അരുൺ, തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഈ രാജ്യത്തെ സൂചനകൾ, ലഭ്യമായ എല്ലാ സന്ദേശങ്ങളും നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വളരെ യുക്തിസഹമാണ് ആ കാര്യങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾ ഈ ഹരിയാന എന്ന സംസ്ഥാനം മാത്രം എടുക്കുക. അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ 10 വർഷത്തെ മോദി ഭരണത്തിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരിയാനയിൽ നിന്ന് 3 MLA കോൺഗ്രസ് നേതാക്കളോടൊപ്പം കടന്നു വന്ന് പത്രസമ്മേളനം നടത്തി BJP മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ്. അവർ കർഷക പശ്ചാത്തലത്തിലുള്ള സ്വതന്ത്ര MLA അവരവരുടെ മണ്ഡലത്തിന്റെ സംസ്ഥാനത്തിന്റെയൊക്കെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് അത്തരമൊരു പ്രവൃത്തി ചെയ്തത്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത, ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടറിന്റെ 2 അനന്തരവന്മാർ അവർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ് വാർത്ത. അതുപോലെ തന്നെ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ ഹരിയാനയ്ക്ക് ചുറ്റുമാണല്ലോ ഈ ഹിന്ദി കൗബെൽറ്റ് ഒക്കെ ഉള്ളത്. അവിടെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം BJP തൊടാൻ പോലും സാധ്യമല്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിന്റെ കടന്നുവരവുണ്ട്. രാജസ്ഥാനിൽ, കിഴക്കൻ രാജസ്ഥാനിലൊക്കെ വലിയ കർഷക മുന്നേറ്റങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെ കോൺഗ്രസിന്റെ വിജയമൊക്കെ 2 അക്കം കടക്കുമെന്ന പ്രവചനങ്ങളുണ്ട്. മധ്യപ്രദേശിൽ നില മെച്ചപ്പെടുത്തും, ഉത്തർപ്രദേശിൽ വലിയ മാറ്റങ്ങളുടെ സൂചനയുണ്ട്. സമാനമായിട്ട് ഗുജറാത്തിൽ പോലും അവിടെ രജപുത്ര എന്നൊരു സമുദായം തന്നെ 6%-ലധികമുണ്ട്. അവർ BJPക്ക് എതിരായി നിൽക്കുന്നു. അവിടെ ചില സീറ്റുകളൊക്കെ ജയിച്ചേക്കാമെന്നുള്ള വാർത്തകളുണ്ട്. ഹിമാചൽ, ജാർഖണ്ഡിലാണെങ്കിൽ അവിടെ ഹേമന്ത് സോറന്റെ വലിയൊരു സഹതാപമുണ്ട്. ഛത്തീസ്ഗഡ്, ഇത്തരത്തിൽ ആ ബെൽറ്റ് മുഴുവൻ വലിയ തോതിലൊരു BJPക്ക് തിരിച്ചടിയുണ്ട്. ഇപ്പുറത്ത് ബീഹാറിനെ എടുത്താൽ, മഹാരാഷ്ട്ര എടുത്താൽ, പശ്ചിമ ബംഗാളിനെ എടുത്താലൊക്കെ BJP പിറകിലോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ അവിടെ കോൺഗ്രസിന്റെ അംഗസംഖ്യ 2 അക്കം കടക്കുമെന്ന് അവിടുത്തെ BJPക്കാർ പോലും പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാണ്. അവിടെ BJPക്കാണ് സീറ്റുകൾ കുറയുക. ഞാൻ നേരത്തെ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഛഗൻ ഭുജ്ബൽ ഈ അടുത്തൊന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണത്. പവാറിനും ഉദ്ധവിനും ഒക്കെ ജനകീയമായിട്ടൊരു പിന്തുണയും സഹതാപവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കാണാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംസ്ഥാനങ്ങളൊക്കെ ഒന്നുകിൽ BJP 100% വിജയിച്ചത്, അല്ലെങ്കിൽ 90-95% സീറ്റുകളിൽ ജയിച്ച സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നൊക്കെ അവർ താഴേക്ക് പോകുമ്പോൾ ഇവിടെ അവർ എവിടെ എത്തി നിൽക്കുമെന്നുള്ള ഒരു ചോദ്യത്തിൽ മാത്രമാണ് നമ്മൾ തമ്മിൽ തർക്കമുള്ളത്. ചില ആളുകൾ പറയുന്നു 200-ന്റെ താഴേക്ക് വരും, മറ്റു ചിലർ 200-ന്റെ മുകളിലേക്ക് വരും എന്ന തോതിലുള്ള ചില വിശകലനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഇപ്പോൾ രാജ്യം സംസാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചാണ്. അത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആകേണ്ടിയിരുന്നു ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഘട്ടത്തിൽ. പക്ഷേ അരവിന്ദ് കെജ്രിവാളാണ് ഇനി ഭാവി പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നു, എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു. ഇന്നിപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണയ്ക്കും, ബംഗാളിലെ കോൺഗ്രസുമായോ CPM-മായോ ഒരു ബന്ധത്തിന് മമതാ ബാനർജി തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മമതാ ബാനർജിയുടെ ചോയ്സ് മമതാ ബാനർജി അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്നതാകും. കൂടുതൽ സീറ്റ് കിട്ടുന്ന പക്ഷം ഇന്ത്യ മുന്നണിക്ക് അവിടെ വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് ജയസൂര്യൻ പറയുന്നത്, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ മുഖമായിരിക്കില്ല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക, അരവിന്ദ് കെജ്രിവാളിന്റെ മുഖമാണെങ്കിൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യില്ലേ? അരുൺ, ഇവിടെ ഏതായാലും ഈ ചർച്ചകൾ ഇത്തരത്തിൽ വരുന്നത് തന്നെ എന്നെ വളരെയധികം ആവേശഭരിതനാക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, ആരാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, മമതയുടെ നിലപാട് എന്തായിരിക്കും, അരവിന്ദ് കെജ്രിവാളിന്റെ പദവി എന്തായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്യുകയും BJP ജയസൂര്യൻ തന്നെ രാഹുൽ ഗാന്ധിയേക്കാൾ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്ത്യ മുന്നണി വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ ഇതൊക്കെ. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ കിട്ടുന്ന ഈ മുൻതൂക്കമായാലും കൂടുതൽ വലിയ ശ്രദ്ധയായാലും അതൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ കൂടി ആഗ്രഹിച്ച്, ഞങ്ങൾ കൂടി അധ്വാനിച്ചാണ് അത്തരത്തിലൊക്കെ ശ്രദ്ധയൊക്കെ കിട്ടാൻ ഇടയായത് എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ജയിലിലിടാൻ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്നൊക്കെ പുറത്തായിട്ട് അപ്പോ വന്നതിന് ശേഷം ഞങ്ങൾ കൊടുത്ത ഇവിടെ ശിവസേനയുമായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള എതിർപ്പുണ്ട്. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ തറവാടിൽ ജന്മമെടുത്ത ആളാണല്ലോ. ഈ ജഗൻമോഹൻ റെഡ്ഡി ജന്മമെടുത്ത ആളാണ്. അപ്പൊ അത്തരത്തിലൊക്കെ രാഷ്ട്രീയമൊക്കെ പല ഗതിയും കൈവഴികളും ഒക്കെ മാറി ഒഴുകും. ശിവസേനയുമായിട്ട്
കോൺഗ്രസ് സഖ്യമുണ്ടാക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നു? അപ്പോൾ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. BJPക്കെതിരെ സാധ്യമായ ആളുകളെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് തന്നെ പറയാം. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ആയാലും മമതാ ബാനർജിയുടെ പാർട്ടി ആയാലും ഒക്കെ എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, ഇത്തരം കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഗമനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാം എന്ന് കരുതി ഞാൻ അവരെ ആരെയും മോശക്കാരാക്കുക. Debate with Arun Kumar.